അപ്പൊ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വന്നൊക്കെയാണ്. കാസ്കേഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ് അർമേനിയയിലെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 572 സ്റ്റെപ്സ് ഉണ്ട് ഇതിന്. പക്ഷെ സ്റ്റെപ്പ് ഉണ്ട് കയറാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് എസ്കലേറ്റർ യൂസ് ചെയ്യാം. ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് സ്റ്റാച്യു ഉണ്ടെന്ന് പറയുന്നുണ്ട്. മുകളിലായിരിക്കും തോന്നുന്നു. കുറെ പേര് സ്റ്റെപ്പ് കയറി പോകുന്നുണ്ട്. ഓക്കെ ഇതില് ഈ കാസ്കേഡ് 1971 കേട്ടോ ഇത് പണി കഴിപ്പിച്ചത്. ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാം ലോക മഹായുദ്ധല്ലേ, അതില് എന്തോ നാഗോർണോ കരാക്കബ് സംഘർഷത്തിന്റെ അവര് പറഞ്ഞ അതിന്റെ ചരിത്രത്തിന്റെ സമർപ്പിച്ചിരിക്കുന്ന ഒരു സൈനിക മ്യൂസിയം ആണ് ഇതിന്റെ ഉള്ളിലുള്ളത് മെയിൻ ആയിട്ട്. പിന്നെ ഇവിടെ ഒരു എന്താ പറയാ പാർക്ക് ഉണ്ട്, ഉദ്യാനം എന്നാണ് അവർ പറഞ്ഞത്. ഇതാണ് പക്ഷെ അത് വിന്റർ ആയ കാരണം അത് ചെടികളൊന്നും ഇല്ല കംപ്ലീറ്റ്. അല്ലെങ്കിൽ നല്ല രസമാണെന്ന് പറയണത്. നല്ല നല്ല റോസുകളാണ് നിറച്ചു ഇവിടെ, നമ്മുടെ ഊട്ടിയിലെ റോസ് ഗാർഡൻസ് ഒക്കെ പോലെ. പിന്നെ ഇതിന്റെ ഈ മധുര ഫർമേനിയുടെ സ്റ്റാച്യു ഇവിടെയും ഉണ്ട്. പിന്നെ ഇതിന് കണ്ടോ 572 പടികളാണ് ഇതിനുള്ളത്. ഇതില് 5 ചെറിയ ചെറിയ കുന്നിൻ ടെറസുകൾ എന്ന് അവർ പറയണേ, കുന്നായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കാസ്കേഡാണത്. അതെ, നമുക്ക് നോക്കാം എന്താന്ന്. പക്ഷെ സ്റ്റെപ്പ് കയറും ചെയ്യാട്ടോ. പക്ഷെ നമ്മള് എസ്കലേറ്ററിൽ പോവാന്ന് വിചാരിച്ചിട്ടാണ്. സ്റ്റെപ്പ് കയറുകയാണെങ്കിൽ നമ്മുടെ പഴനിമല കയറുന്ന പോലെ. എന്റെ അമ്മോ, നോക്കി മുകളിലേക്ക്, ഏറ്റവും മുകളിലേക്ക് എത്തും വേണം. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഇതാണ് എസ്കലേറ്റർ കേട്ടോ. അപ്പൊ നമ്മൾ എസ്കലേറ്ററിൽ കയറാണ് മുകളിലേക്ക്. ഇത് കണ്ട് ഇവിടെ ഇങ്ങനെ വുഡിന്റെ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോ ഇതിലേ എത്തുമ്പോ. ഇതിപ്പോ നമ്മൾ ഇനി അടുത്ത എസ്കലേറ്ററിൽ കയറാണ്. ഇവിടെ എന്തൊക്കെയോ ഇത് വെച്ചിട്ടുണ്ട് ചുമരുമേ. കാന്യൻ ഗാലറി അടുത്തത്. ഇങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ നല്ല ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ഗാലറി പോലെ. ഇവിടെ ഇങ്ങനെ ഗ്ലാസിന്റെ കുറെ ഒബ്ജക്ട്സ് വെച്ചിട്ടുണ്ട്, കണ്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ടാ. ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തൂണിന്റെ ഒരു നോക്കിയ കുഷൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവണില്ല നമുക്ക്. പണ്ടത്തെ ഒരു യൂസ് ചെയ്ത കുഷൻസ് ആണോ അതോ പുതിയ വല്ല മോഡേൺ ഇതൊക്കെയാണോ എന്ന് അറിയില്ല. ഇവിടെ നമുക്ക് ഇവിടെ ഒരു കാറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റീലാ തോന്നുന്നു അതിന്റെ ബോഡി കംപ്ലീറ്റ്. പണ്ടത്തെ ആയിരിക്കും. ട്രാഫിക് സിഗ്നലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇവിടെ എനിക്ക് ഈ എസ്കലേറ്റർ, പഴയ എസ്കലേറ്റർ, അതിന്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ ഇങ്ങനെ നിറച്ച് സ്റ്റോണുകൾ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല റിയൽ സ്റ്റോണുകളാണ്. കണ്ടോ, ഓരോ കളറിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സ്റ്റോൺസ്. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തിട്ടോ. ഇതാണ് നമ്മൾ അവിടുന്ന് കണ്ട ഏറ്റവും ടോപ്പ്. അതിന് മുകളിലേക്ക് കയറാൻ പറ്റും. പക്ഷെ എസ്കലേറ്റർ വലിയ സ്റ്റെപ്പ് കയറണം എന്ന് തോന്നണം എനിക്ക്. ഓക്കെ, കണ്ടോ. ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അർമേനിയയുടെ എല്ലാ ഭാഗവും കാണാം കേട്ടോ, സിറ്റി. എന്റെ അമ്മയെ നോക്കിയേ, ഇത് അവിടുന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ലേ, അത് ഏറ്റവും അടിയിൽ അവിടുന്നാണ്. അവിടുന്നാണ് നമ്മൾ എസ്കലേറ്ററിൽ ഇങ്ങോട്ട് കയറിയത്. എത്ര ക്ലിയർ ആവണമെന്നോ എനിക്ക് അറിയില്ല ഇതില്, കാരണം അവിടുന്ന് ഇങ്ങനെ വെയിലടിച്ചിട്ടേ നല്ല തണുപ്പുണ്ട്. കണ്ടോ, നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട്. നീ ചേട്ടൻ കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവര് ഏറ്റവും ടോപ്പിലേക്ക് പോയിട്ടുണ്ട്. അതിന്റെ മുകളിലേക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. കാസ്കേഡിന്റെ പുറത്തുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ അത് മുഴുവനും. അതിൽ ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് വളരെ ഭംഗിയിൽ അവർ എല്ലാം ഇതും ഭയങ്കരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 സൈഡ് നല്ല ഭംഗിയുണ്ട്. ഒരു സൈഡ് ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ ഈ സൈഡ് നാച്ചുറൽ ആയിട്ടുള്ള നല്ല റോസുകളും അങ്ങനെയും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.